Hello friends, welcome to Abhi's Food and Travel. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഡിഷ് ദിണ്ടുക്കൽ ബിരിയാണി. ഒരു ഈസി ബിരിയാണിയാണ്, ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇനി സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ഇതിന് 1/2 kg ചിക്കനും 1/2 kg റൈസും വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ചെയ്യാൻ പോകുന്നത്. 2 ടൈപ്പ് മസാല നമ്മളിപ്പോൾ ഇതിനെ അരച്ചെടുക്കണം. ഒന്ന് ഗരം മസാലയും മറ്റേ ഇഞ്ചി വെളുത്തുള്ളി അത് കൊണ്ടിട്ട് ഇനി ഒരു മസാലയും നമ്മൾ ഉണ്ടാക്കും, അത് കാണാം. ആദ്യത്തെ മസാല ഉണ്ടാക്കാൻ 20 ചെറിയ ഉള്ളി, 6 പച്ചമുളക്, 100 ഗ്രാം ഇഞ്ചി, 2 വെളുത്തുള്ളി, ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാം. ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് എടുക്കാൻ. നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. രണ്ടാമത് മസാല ഗരം മസാല നമുക്ക് പൊടിപ്പിക്കാൻ പോവുക. ഇതിൽ ബിരിയാണി ഇല 6 എടുക്കണം, പിന്നെ 10 ഗ്രാമ്പ്, പിന്നെ 6 ഏലക്ക, 3 പട്ട, പിന്നെ ഈ സ്റ്റാർ ഷേപ്പിലുള്ള 2 പിന്നെ 10 കാഷ്യൂ നട്ട്. ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് പൊടിക്കാം. പൊടിപ്പിച്ചത് നമുക്ക് നല്ല പൗഡർ ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 2 മസാലയും റെഡി. ആദ്യം നമ്മൾ ബോട്ടം കുറച്ച് ഹെവി ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കാം. ഇതിൽ ആദ്യം ഒരു 100 ml സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. പിന്നെ 2 സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. കുറച്ച് ചൂടായതിന് ശേഷം ആദ്യം അരച്ച ഈ മസാല അല്ലേ, ഇഞ്ചി വെളുത്തുള്ളി, ആ മസാല മിക്സ് ആക്കാം, അതിലിടാം. ഇനി ഈ മസാല ഈ പച്ച സ്മെല്ല് പോകുന്നവരെ കുറച്ച് നേരം ഫ്രൈ ചെയ്യാം. ഏകദേശം ഒരു 5 minutes എടുക്കും. അത് വരെ നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റിൽ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് അരച്ച് വെച്ച ഗരം മസാല പൗഡറല്ലേ, അത് കൂടെ ഇതിലിടാം. ഇതിന് കുറച്ച് നേരം ഒരു 2-3 minutes ഇങ്ങനെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ മസാല എല്ലാം നല്ല സ്മെല്ലൊക്കെ നല്ല വരുന്നുണ്ട്. ഇനി ഈ ചിക്കൻ പീസസ് 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ബിരിയാണിക്കുള്ള ഒരു വലിയ പീസസാണ് ഇത്. ഇപ്പോൾ മസാലയ്ക്കുള്ളിൽ ഇടാം. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത്. ഈ ഒരു 2 minutes മാത്രം ഒരു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഈ ചിക്കൻ മസാല ഫുൾ അങ്ങനെ കോട്ട് ചെയ്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ മസാല എല്ലാം ചെറുതായിട്ട് കോട്ടായിട്ടുണ്ട്. 2 minutes കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് 1 സ്പൂൺ ചില്ലി പൗഡർ ഇടാം. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. 1 സ്പൂൺ ജീരകപ്പൊടിയും കൂടെ ഇടാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് സ്റ്റൗ മാറ്റി വയ്ക്കാം. ഇനി കുക്കിംഗ് മൊത്തം മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 5 minutes കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു 2 to 3 സ്പൂൺ തൈര് ഒഴിക്കാം. പിന്നെ ഒരു 1/2 ലെമണും കൂടെ പൊളിഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഇനി ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിൽ ഒഴിക്കാം. ഒഴിച്ചിട്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ 20 minutes നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 20 minutes കഴിഞ്ഞു. ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്, കണ്ട, ഏകദേശം ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അരിയില്ലേ, ആ അരിയും കൂടെ എടുത്ത് ഇതിലിടാം. ഇപ്പോൾ 2 സ്പൂൺ ഉപ്പും കൂടെ ഇടാം.
അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പുതിന ഇലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ്സ് വേവിക്കാം.